അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഡിലീഷ്യസ് റെസിപ്പീസ്. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് തിരക്കായി പോയത് കാരണം വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. എന്നാലും നല്ല അടിപൊളി ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതനുസരിച്ച് പറഞ്ഞു പോകാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ടൊരു മസാല ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ്. പിന്നെ വേണ്ടത് ബിരിയാണി മസാലപ്പൊടിയാണ്. അത് ഒരു 1/4 ടേബിൾ സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ ബിരിയാണി മസാലപ്പൊടിയുടെ റെസിപ്പി ഞാനൊരു 1-2 ദിവസത്തിനകം ഞാൻ അതും കൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അപ്പോൾ ഞാനിത് ഒരു 1-2 വെളുത്തുള്ളി, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാനല്ലേ, അപ്പോൾ ഇത്ര മതിയാവും. പിന്നെ ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ നീര്, അപ്പോൾ ഇതൊരു 1-1.5 ടേബിൾ സ്പൂൺ അത്രയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയിലേക്ക് ആയതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഒന്ന് കളയാൻ വേണ്ടി ഒരു സ്ട്രെയിനറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനി നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് ചിക്കൻ്റെ പീസിലേക്കൊക്കെ മസാല നല്ലതുപോലെ യോജിച്ച് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചിട്ട് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിതൊരു എന്തായാലും ഒരു 2 മണിക്കൂർ ഒന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 4 കപ്പ് ബസുമതി റൈസ് ഉണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് നമുക്ക് കുതിരാനായിട്ട് വെക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട്, റേസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഏതായാലും നമ്മുടെ ചിക്കനൊക്കെ മസാല ഇട്ട് വെച്ചേക്കല്ലേ, അതുപോലെ തന്നെ റൈസും ഒന്ന് കുതിർന്ന് വരണമല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഫ്രൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ 1 സവാള, അത് നല്ലതുപോലെ ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്കിതിലേക്കിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഉള്ളി ഒന്ന് ലൈറ്റ് ബ്രൗൺ നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് എടുത്തേക്കാം. അപ്പോൾ ഒരുപാട് സമയം ഇട്ടേക്കല്ല, നമ്മുടെ റൈസിനും ആ ഒരു ചെറിയ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച്, അപ്പോൾ ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില. അപ്പോൾ കറിവേപ്പില ശരിക്കും നമുക്കിത് മസാലയിലേക്കൊന്നും വേണ്ട. അപ്പോൾ ചിക്കനിൽ ഇത് ജസ്റ്റ് ആ ഒരു മണം കിട്ടാൻ വേണ്ടി മാത്രമായിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇത് ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് കൊടുത്ത് തിരിച്ചു മറിച്ച് വിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എക്സാമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാരണം എല്ലാവരും ബിസിയിലാവും അല്ലേ. അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എക്സാമൊക്കെ. അപ്പോൾ ഇടയ്ക്ക് അതാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത്, വീഡിയോസൊന്നും കാണാതിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിലേക്ക് ബാക്കി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി മസാലയിലേക്ക് 6 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇഞ്ചി, ഒരു മീഡിയം സൈസിലുള്ള ഇഞ്ചിയാണ് ഇത്, നാടൻ ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ ഒരു 15-20 അല്ലി വെളുത്തുള്ളി കാണും ഇത്. അപ്പോൾ ഇത് 3ഉം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെയാണ് ഈ എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഒരു 5 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 1 നമുക്ക് വറുത്തെടുക്കാനും ബാക്കി 4 മസാലയിലേക്കുള്ളതാണ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇലകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അത് മല്ലിയില, അതുപോലെ തന്നെ പുതിനയില, പിന്നെ കറിവേപ്പില, ഒരു നാരങ്ങയും ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനിയും നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് കാണിച്ചു പോവാം. അപ്പോൾ ചിക്കൻ വറുത്തെടുത്ത് വെച്ച ഓയിലാണ്. അപ്പോൾ അതിനകത്ത് നിന്ന് ചെറിയ പൊടികളൊക്കെ ഞാനൊന്ന് മാറ്റി കളഞ്ഞിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയാക്കുന്ന സമയത്ത് അത് കരിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഓയിൽ ഞാനൊന്നും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അത്യാവശ്യം വേണ്ട ഓയിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ മൂപ്പിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ 4 സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു മസാലയിലേക്ക്. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് ചെറിയ തീയിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് മസാലയിൽ ഉള്ളിയൊന്നും അങ്ങനെ വേറിട്ട് കാണാനേ കിട്ടില്ല. അത്രയ്ക്ക് നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്നു ചേർന്നിട്ടുണ്ടാകും. അപ്പോൾ അത്രയും ഉള്ളി നല്ല സോഫ്റ്റായി വരണം. അപ്പോൾ അതുവരെയും നമുക്കിതൊന്ന് അടച്ചു വെച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് മസാലകളാണ്. അതായത് ഞാൻ കറുകപ്പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ തക്കോലം, നമ്മുടെ സ്റ്റാറിൻസ്, പിന്നെ ഏലക്ക, അതുപോലെ ജാതിപ്പൂവ്, ഗ്രാമ്പൂ, കുറച്ച് ഗ്രാമ്പൂ ഇത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. നാരങ്ങ നീരാണ്. അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീരോടെ ചേർത്ത് കഴിഞ്ഞ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റാൻ വെച്ചിരുന്നു, അതെന്തായെന്ന് നോക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു കാര്യം ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, തക്കാളിയാണ്. അപ്പോൾ ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീരെ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എണ്ണം വരെ എടുക്കാം. അപ്പോൾ ഇതും കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് വേണ്ടത്. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ നമ്മുടെ ബിരിയാണി മസാല പൊടിയാണ്. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി മസാല പൊടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വീഡിയോ 1-2 ദിവസത്തിനകം ഇടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൗഡറായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ ഇത് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പോൾ അതായത് ഇനി ഈ തക്കാളി ഒരു വലിയ തക്കാളിയാണ്, അത് ചേർക്കാം. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ അതും ഞാനിതുപോലെ ഒന്ന് ശരിക്കും വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയും പുതിനയിലയാണ്. അപ്പം മല്ലിയില ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. മല്ലിയിലയുടെ ഫ്ലേവർ എനിക്ക് അത്ര ഒരു ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അപ്പം മല്ലിയിലയും പുതിനയിലയും ഒരേ രീതിയിൽ ചേർക്കാൻ ഇഷ്ടമുള്ളവർ അത് അങ്ങനെ തന്നെ ചേർത്തോ, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ വേണ്ടത് നാരങ്ങാനീര്, ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ച് ചിക്കനുമായിട്ടെല്ലാം ഒന്ന് യോജിച്ച് വരണമല്ലോ നമ്മുടെ മസാല. അപ്പോൾ അതിനായിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് അതും ചെറിയ തീയിലിട്ട് വഴറ്റിയെടുക്കാം. നമ്മളിത് ദം ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെടുത്ത ആ ഒരു റൈസിന് ഈ ഒരു മസാല ഇത്രയും മതിയാവും. പിന്നെ അതുപോലെ തന്നെ ഞാനിത് വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അപ്പം നമ്മൾ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിൻ്റെ ഒരു കുറച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ തൈരും ഒക്കെ ചേർത്തില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ചേർത്ത് കൊടുത്താലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. അപ്പോൾ ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം.
അപ്പോൾ നമ്മൾ ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിവിടെ കറക്റ്റ് വേഗമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതുപോലെ ഒന്ന് ഊറ്റിയെടുത്തിട്ട് നമ്മുടെ മസാലയുടെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് തക്കോലം അങ്ങനെ കറുകപ്പട്ട അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബിരിയാണിക്കായിട്ടുള്ള മസാലയായി, റൈസുമായി. അപ്പോൾ ഇനി രണ്ടും കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യത്തെ ലെയറായിട്ട് നമുക്ക് ചോറൊന്നിട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അമർത്തി ഇടാൻ പാടില്ല, കാരണം നമുക്ക് ആവി മുകളിലേക്ക് വരണമല്ലോ, മുകളിൽ വരെ വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ പാലിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു ജസ്റ്റ് നമുക്ക് റൈസിനൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി മസാല പൊടിയാണ്, അതും ഒരു 1-2 നുള്ള് ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ മല്ലിയില, പുതിനയില ഇത് രണ്ടും കൂടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്, അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഉള്ളി, കാഷ്യൂനട്ട്, റൈസിന്, അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറായി. അപ്പോൾ ഈ വീണ്ടും നമുക്കിതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള റൈസും നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ വറുത്തപ്പം ഉണ്ടായിരുന്ന ഓയിൽ, അതിൽ ഒരുപാട് വേണ്ട, 1-2 ടേബിൾ സ്പൂണ് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചിക്കൻ്റെ ഒരു ഫ്ലേവറും അതുപോലെ തന്നെ റൈസിനിടയ്ക്ക് ആ ഒരു ചെറിയൊരു റെഡ് ആ ഒരു കളറും ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനൊന്നും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഒന്നും കളർ ചേർക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പം അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നേരത്തെ ചേർത്ത എല്ലാ കാര്യങ്ങളും, അതുപോലെ ബിരിയാണി മസാല, കുറച്ച് പൊടി, അതുപോലെ മല്ലിയില, പുതിനയില, പിന്നെ ഉള്ളി വറുത്തത്, കാഷ്യൂനട്ട്, റൈസിന്, ഇതെല്ലാം നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് ഞാൻ ഈ ഒരു ഹോളിൽ ഇതുപോലെ ഒരു ഗ്രാമ്പ് കൊണ്ട് ക്ലോസ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നല്ല ദമ്മായി കിട്ടും. അപ്പോൾ ഇതൊരു 10 മിനിറ്റാണ് ഞാൻ ദം ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നല്ല ആവിയൊക്കെ മുകളിലേക്ക് വരുന്നുണ്ട്. അപ്പം നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ശരിക്കും റൈസൊക്കെ നല്ല സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് താഴേന്ന് മസാല എടുക്കണമെങ്കിൽ ഈ റൈസ് കുറച്ചൊന്ന് മാറ്റണം. അപ്പോൾ ഞാനൊന്ന് മാറ്റുന്നുണ്ടത്. അപ്പം അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റിൽ അടിപൊളിയായിട്ടൊന്നുള്ള നല്ല ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.